നമസ്കാരം. ഇന്നൊരു ഡിസേർട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കോഫി പുഡിംഗ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. പുഡിംഗ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ പാല് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ പുഡിംഗ് തയ്യാറാക്കാൻ പറ്റും. ഇത് കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ നേരത്തെ അളന്നെടുത്തു വെച്ചിരുന്ന 2 കപ്പ് പാലിൽ നിന്നും 1/4 കപ്പ് പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കോൺഫ്ലോർ കട്ടയൊന്നുമില്ലാതെ പാലിൽ നന്നായിട്ട് ലയിക്കുന്നതുവരെ ഇളക്കുക. അതിനുശേഷം ഇത് മാറ്റിവെക്കുക. അടുത്തതായി പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിനുള്ള മോൾഡ് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഇതുപോലൊരു വലിയ ബേക്കിംഗ് ഡിഷോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബൗളുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും അതിലൽപ്പം എണ്ണ പുരട്ടുക. പുഡിംഗ് ഇതിൽ നിന്നും ഈസി ആയിട്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് എണ്ണ പുരട്ടുന്നത്. അതിനുശേഷം ഇതും മാറ്റിവെക്കുക. അടുത്തതായി ബാലൻസ് ഉള്ള 1.25 കപ്പ് പാല് ഒരു സോസ് പാനിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് പാലിൽ പാട കെട്ടാതിരിക്കാൻ സഹായിക്കും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് പഞ്ചസാര 6 ടേബിൾ സ്പൂൺ ചേർക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ ചേർക്കുക. ഉടനെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം, സാധാരണ കാപ്പിപ്പൊടി ഉപയോഗിക്കരുത്. എല്ലാം നന്നായിട്ട് ലയിക്കുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. കാപ്പിപ്പൊടിയും പഞ്ചസാരയും നന്നായിട്ട് ലയിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ ലയിപ്പിച്ചു വെച്ചിരുന്ന കോൺഫ്ലോർ ചേർക്കുക. ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരിക്കൽ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രം ചേർക്കുക. അതുപോലെ ഇത് ചേർക്കുമ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ചേർക്കാൻ. നിങ്ങൾക്ക് കാണാം, കോൺഫ്ലോർ ചേർത്ത് ഉടനെ തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഈ അവസരത്തിൽ ഒരു കാരണത്താലും ഇളക്കുന്നത് നിർത്തരുത്. തുടർച്ചയായിട്ട് 2-3 മിനിറ്റ് നേരം ഇളക്കുക. പാനിന്റെ എല്ലാ വശങ്ങളിലും സ്പൂണ് ചെല്ലത്തക്ക രീതിയിൽ വേണം ഇളക്കാൻ. അതല്ലെങ്കിൽ പാനിന്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. അല്പം കൂടി തിക്കായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഏകദേശം 1/2 മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് ഉടനെ തന്നെ നല്ല ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൗളുകളിലേക്ക് ഒഴിക്കുക. പിന്നീട് ഇതിന്റെ ചൂട് അല്പം ഒന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കുറഞ്ഞത് 2 മണിക്കൂർ നേരം തണുപ്പിക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം 1/2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് തണുപ്പിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, 1/2 മണിക്കൂറിൽ കൂടുതൽ നേരം ഫ്രീസറിൽ വയ്ക്കരുത്. കോഫി പുഡിംഗ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ബൗളിൽ തന്നെ സെർവ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം സെർവ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അല്പം ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റും കോഫിയും നല്ല കോമ്പിനേഷനാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ കോഫി പുഡിംഗ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.